വചനസാരം വചനസാരം. ഈശോയുടെ ശിഷ്യന്മാർക്ക് പിശാചുബാധിതനെ സുഖപ്പെടുത്താൻ കഴിയാതെ പോകുന്നതും ഈശോയുടെ നാമത്തിൽ അവരുടെ കൂട്ടത്തിലില്ലാത്ത ഒരു വ്യക്തി പിശാചുബാധിതരെ സുഖപ്പെടുത്തുന്നത് കാണുകയും ചെയ്യുന്നതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളാണ് ഇന്നത്തെ വചനഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈശോയുടെ നാമത്തിൽ പിശാചുബാധിതരെ സുഖപ്പെടുത്തുന്നവനെ തടഞ്ഞു എന്ന് പറയുന്ന അപ്പസ്തോലന്മാരോട് നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നാണ് ക്രിസ്തു പറയുന്നത്. നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ ഭാഗത്താണ്. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ തിരുത്തുന്നതിലൂടെ ക്രിസ്തു തൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ചും വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് പ്രിയപ്പെട്ടവർക്ക് നൽകുകയായിരുന്നു. ആരെയും തള്ളിക്കളയാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തുറവിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പിശാചുബാധിതരെ അപ്പസ്തോലന്മാർക്ക് സുഖപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല എന്നത് മാത്രമല്ല, പിന്നീട് അവർ തർക്കിച്ചിരുന്നത് മുഴുവൻ തങ്ങളിൽ വലിയവൻ ആരാണ് എന്നതിനെക്കുറിച്ചാണ്. ദൈവരാജ്യത്തെ പ്രതി എളിമപ്പെടുവാനുള്ളൊരു മനോഭാവത്തിലേക്ക് വളരുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ചെയ്യാൻ കഴിയാതെ പോയ ഒരു കാര്യം ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുന്നവനെ അവർ തടഞ്ഞു. കാരണം അവർ അവനെ അനുസരിക്കുകയോ ഇവരോട് കൂടെ ചേരുകയോ ചെയ്തില്ല എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുന്നവൻ തങ്ങളോട് കൂടെ ആയിരിക്കണമെന്ന കാർക്കശ്യ ചിന്തയാണ് ശിഷ്യന്മാരെ ഇപ്രകാരം ചെയ്യുവാൻ പ്രേരിപ്പിച്ചത്. ക്രിസ്തുവാകട്ടെ ഈ ഒരു അവസരത്തിൽ ഹൃദയവിശാലത ഉണ്ടാകുവാൻ വേണ്ടി തൻ്റെ അപ്പസ്തോലന്മാരെ ഒരുക്കുകയായിരുന്നു. ഈ കാലഘട്ടത്തിലും നമ്മുടെയൊക്കെ പ്രവൃത്തികളിൽ ഈ ഒരു മനോഭാവം കടന്നു വരുന്നുണ്ട്. നമ്മുടെ കൂടെ അല്ലാത്തവരൊക്കെ നമ്മുടെ എതിരാണെന്ന് ചിന്തിക്കുന്ന ആധുനിക കാലഘട്ടത്തിൻ്റെ ചിന്താരീതി. വിഭാഗീയതയും മാത്സര്യബുദ്ധിയും വളർത്താൻ മാത്രമേ ഇത് ഉപകരിക്കുകയുള്ളൂ. നമ്മൾ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണെന്ന മനോഭാവം നമ്മളെ നയിക്കുമ്പോൾ മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ നമുക്കൊരിക്കലും കഴിയുകയില്ല. ഓരോരുത്തരും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണമെന്നുള്ള ദൈവവചനമാണ് ഇവിടെ നമ്മൾ സ്മരിക്കേണ്ടത്. സങ്കുചിത മനോഭാവങ്ങളെ ഇല്ലാതാക്കാനായി ക്രിസ്തുവിൻ്റെ മനോഭാവം നമുക്കും സ്വന്തമാക്കാം. അധികാരത്തിൻ്റെ കാർക്കശ്യ മനോഭാവങ്ങൾ ദൈവത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും നമ്മളെ എന്നേക്കുമായി മാറ്റി നിർത്തും. അഹങ്കാരവും അധികാരത്തിൻ്റെ മനോഭാവങ്ങളും നമ്മുടെ കൂടെ നിൽക്കുന്നവരെയും നമുക്കെതിരാക്കി തീർക്കുമെന്നുള്ള കാര്യം ഓരോ നിമിഷവും നമുക്ക് ഓർക്കാം. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. വചനസാരം വചനസാരം.